السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم أشرف المخلوقين وعلى آله وأصحابه الفائزين. أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. വളരെയേറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സാദാത്തുകൾ, ഉലമാക്കൾ, കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമീങ്ങൾ, സഹോദര സഹോദരിമാർ, പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സുകരായ സംഘടനാ ഭാരവാഹികൾ, പ്രവർത്തകന്മാർ, ഹബീബായ മുത്തനബി തങ്ങളുടെ 1499 ജന്മദിന ആഘോഷ പരിപാടികളിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സഹോദരങ്ങളെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ കാണുന്ന സൗന്ദര്യം ലോകത്ത് മുഴുവനും ഇസ്ലാം പടർന്ന് പന്തലിച്ച് അതിന്റെ സൗന്ദര്യങ്ങളൊക്കെ നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടായത് എന്ന് നിങ്ങൾക്കറിയുമോ? നമുക്കറിയണം. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ 40 വയസ്സ് മുതൽ തുടങ്ങി തന്റെ 63 കൊല്ലക്കാലമുള്ള 23 കൊല്ലം കൊണ്ട് നടപ്പിലാക്കിയ, പഠിപ്പിച്ചു കൊടുത്ത, കാണിച്ചു കൊടുത്ത ആ മഹത്തായ സംരംഭമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. സഹോദരങ്ങളെ, ഹബീബായ മുത്തനബി തങ്ങൾ ഒരേ സമയം മുത്തഅല്ലിമായിരുന്നു, അതേ സമയം മുഅല്ലിമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് കിട്ടുന്ന സന്ദേശം വഹ്യ് ഉൾക്കൊള്ളുകയും പഠിക്കുകയും അത് തന്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. മക്കയിൽ ആ പ്രവണത തുടർന്നു. അതിനുശേഷം മദീനയിലും തുടർന്നു. സഹോദരങ്ങളെ, 23 കൊല്ലം കൊണ്ട് വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു. അതിനിടയ്ക്ക് ഹബീബായ മുത്തനബി തങ്ങളെ എല്ലാ നിലക്കും സഹായിച്ച അവിടുത്തെ പ്രിയ പത്നിയായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്തായി. അവിടുത്തെ ഒരുപാട് മക്കൾ വഫാത്തായി. മദീനയിലെത്തിയപ്പോൾ, മക്കയിലുള്ളപ്പോൾ തന്നെ ഇസ്ലാമിനെ സഹായിച്ച ഒരുപാട് കുടുംബങ്ങൾ വഫാത്തായി. മദീനയിലെത്തിയപ്പോൾ കരളിന്റെ കഷ്ടമായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു പറിച്ചു ചീന്തപ്പെട്ടു, ഷഹീദാക്കപ്പെട്ടു. ഈ എല്ലാ ദുഃഖവേളകളിലും എല്ലാ സന്തോഷത്തിന്റെ വേളകളിലും ഹബീബായ മുത്തനബി തങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ പ്രശസ്തമായ രീതിയിൽ തന്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, തഅലീം നടത്തി, ഇൽമ പഠിപ്പിച്ചു കൊടുത്തു. 23 കൊല്ലം കൊണ്ട് സഹോദരങ്ങളെ ആ ഇൽമ പഠിപ്പിച്ചു കൊടുത്തു. ഹബീബായ മുത്തനബി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വഫാത്തായതിനു ശേഷം ഒരു ഭാഗത്ത് അവിടുത്തെ പ്രിയ പത്നിമാരിൽപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മഹദിയായ ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹാ സ്വഹാബത്തിനും താബിഈങ്ങൾക്കും അതാ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഹബീബായ മുത്തനബി തങ്ങളുടെ ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടുത്തെ അനുയായികളാകുന്ന തന്റെ കുടുംബക്കാരനായ 4ാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അന മദീനത്തുൽ ഇൽമി അലിയും ബാബുഹാ എന്ന് ഹബീബായ മുത്തനബി തങ്ങൾ പരിചയപ്പെടുത്തിയ അവിടുത്തെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇൽമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു ഭാഗത്ത് അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മക്കയോ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലും മിസ്റിലും അതുപോലെ അറേബ്യൻ രാഷ്ട്രങ്ങളിലും എന്തിലധികം ഇന്ത്യ രാജ്യത്ത് അവിടുത്തെ അനുയായികൾ, സ്വഹാബികൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രചണ്ഡമായ പ്രബോധനം നടത്തി ഇൽമ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് സഹോദരങ്ങളെ ഇന്ന് നമുക്ക് ഈ മഹത്തരമായ സൗകര്യം. ലോകത്തെവിടെ നോക്കിയാലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ശരിയായ ഒരു പണ്ഡിതനെ കാലമുട്ടുകുത്തിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന യാഥാർത്ഥ്യം ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വിദയി കക്ഷികളാണെങ്കിലും ഇസ്ലാമിന്റെ വിരോധികളാണെങ്കിലും നാസ്തികരാണെങ്കിലും മുസ്ലിമാണെങ്കിലും ആര് തന്നെയായാലും പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ ഒരു പ്രവർത്തകനായ പണ്ഡിതനെ മുട്ടുകുത്തിക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഹബീബായ മുത്തനബി തങ്ങൾ ഇൽമിന് വേണ്ടി ത്യാഗം സഹിച്ചു. 23 കൊല്ലം സഹോദരങ്ങളെ ആ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശ്രമമുണ്ടായി.
വിശ്രമം ഉണ്ടായിട്ടില്ല. കഠിനാധ്വാനമായിരുന്നു 23 കൊല്ലം. അതുകൊണ്ട് നമ്മളെ നാടുകളിൽ പള്ളികളൊക്കെ പ്രകാശിക്കുകയാണ്, ദീനി സ്ഥാപനങ്ങൾ പ്രകാശിക്കുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വലിയ വലിയ പ്രവർത്തനങ്ങൾ ലോകത്ത് മുഴുവനും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ മുഴുവൻ ആളുകളും ഇസ്ലാമിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ ബോക്സിംഗ് ചാമ്പ്യന്മാർ, വലിയ വലിയ ബുദ്ധിജീവികൾ ഇസ്ലാമിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തൊരു ബോക്സിംഗ് ചാമ്പ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, പാശ്ചാത്യനായ മനുഷ്യൻ. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഹബീബായ മുത്തനബി തങ്ങളുടെ ആ അവിശ്രമമായ പ്രവർത്തനത്തിന്റെ ഫലമായി, ഇൽമിനെ പഠിപ്പിച്ചു കൊടുത്തതിന്റെ ഫലമായി. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ, ഇസ്ലാമിയ എന്ന് പറയുന്ന ഈ മഹത്തായ സംരംഭമുണ്ടല്ലോ, ഇവിടെ നടപ്പിലാക്കുന്നത് എന്താണ് നിങ്ങൾക്കറിയാം. പിഞ്ചു കുഞ്ഞുങ്ങൾ തലയെ കെട്ടുകെട്ടി 100ഓളം മുത്തഅല്ലിമീങ്ങൾ ഈ സദസ്സിലുണ്ട്. പാവപ്പെട്ട മക്കൾ, പിതാക്കൾ മരിച്ചുപോയവരുണ്ട്, ഉള്ളവരുണ്ട്, കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരുണ്ട്. ഒരു വസ്ത്രം പോലും കൊല്ലത്തിൽ ഒരിക്കൽ വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത പാവപ്പെട്ട വിദ്യാർത്ഥികൾ മൽജയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് താമസ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നു, വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുന്നു. നല്ല നമ്മളെ സ്വന്തം മക്കളെക്കാളും പരിസരത്തിലും സ്നേഹത്തിലും ഞങ്ങൾ അവരെ പോറ്റി വളർത്തുന്നു. അവർക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന് ജീവന് വേണോ അവന് ഇൽമ വേണം എന്ന് ഹബീബായ മുത്തനബി തങ്ങൾ പരിചയപ്പെടുത്തിയ ആ ഇൽമിന്റെ പ്രകാശം ഞങ്ങൾ ഇതാ മുത്തഅല്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 16 കൊല്ലമായി സഹോദരങ്ങളെ, മൽജഅ് സിറ്റിയിൽ വെച്ച്, ഈ നഗരിയിൽ വെച്ച് ഇൽമിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മജ്ലിസിൽ തന്നെ ഒരുപാട് സാദികൾ, ഒരുപാട് സഖാഫികൾ, ഒരുപാട് ഹസനികൾ, പ്രഗൽഭരായ പണ്ഡിതന്മാർ, ഒരുപാട് കുട്ടികൾക്ക് ദർസ് നിർത്തിക്കൊണ്ടിരിക്കുന്ന, ഒരുപാട് നാടുകളിൽ ഇൽമ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രഗൽഭമതികളായ പണ്ഡിതന്മാർ, ബിരുദധാരികൾ ഈ സദസ്സിലുണ്ട്. അവർ 8-10 കൊല്ലം മൽജയിൽ നിന്ന് പഠിച്ചു. ഇവിടുത്തെ പാവപ്പെട്ട ഉസ്താദുമാർ അവർക്ക് കഷ്ടപ്പെട്ട് ഇൽമിനെ പഠിപ്പിച്ചു കൊടുത്തു. അവർ വലിയ വലിയ കേരളത്തിലെ തലയെടുപ്പുള്ള അറബി കോളേജുകളിൽ പോയി ബിരുദം വാങ്ങി വന്നു. പല നാടുകളിലും ഇസ്ലാമിക സേവനം നടത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ, അവർക്ക് ഇവിടെ ബിൽഡിംഗ് വേണം, അവർക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കണം, അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കണം. അൽഹംദുലില്ലാ വൽഹംദുലില്ലാ 16 കൊല്ലമായി മൽജ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ ഒരുപാട് സാന്ത്വന റിലീഫുകൾ നടത്തുകയാണ്. ഈ 16 കൊല്ലത്തിൽ 15ഓളം കോടി രൂപ ഈ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം മൽജ ചെലവാക്കിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഈ വിദ്യാർത്ഥികളുടെ താമസ, ഭക്ഷണ, മറ്റുള്ള സൗകര്യങ്ങളുടെ ചെലവ്, ഉസ്താദുമാരുടെ ശമ്പളത്തിന്റെ ചെലവ്. നിങ്ങൾക്കറിയുമോ, ഇവിടെ 10ഓളം പ്രവർത്തകന്മാർ, സ്റ്റാഫുകൾ പ്രവർത്തിക്കുകയാണ്. 10ഓളം സ്റ്റാഫുകളുണ്ട് ഇവിടെ. നമ്മൾ ചെറിയ മഹലിൽ അല്ലെങ്കിൽ വലിയ മഹലിൽ 4-5 സ്റ്റാഫുകൾക്ക് ശമ്പളം മാത്രം കൊടുക്കാൻ, ആ 4 സ്റ്റാഫുകൾക്ക് മാത്രം നാട്ടിൽ ഭക്ഷണം കൊടുക്കാൻ എത്ര പ്രയാസങ്ങളുണ്ട് സഹോദരങ്ങളെ. മൽജ ഇവിടെ പ്രവർത്തിച്ചിട്ട് 16 കൊല്ലം ഈ യുവജനന്റെ ചുറ്റുഭാഗത്തുള്ള ഒരൊറ്റ കുടുംബങ്ങൾക്കും മൽജയിനെ കൊണ്ടൊരു പ്രയാസം വന്നിട്ടില്ല. മൽജയിന്റെ കുട്ടികൾ ഈ നാട്ടുകാരുടെ വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കാറില്ല. കാരണം ആ പള്ളിയിൽ ഉജിരപ്പള്ളിയിൽ ഒരു ദർസ് നടക്കുന്നു. ആ കുട്ടികൾക്കൂടെ ഭക്ഷണത്തിന് വേണ്ടി നമ്മളെ കുട്ടികൾ പോയി ഭക്ഷണം നടത്തിയാൽ, മൽജയിന്റെ തുടക്ക സമയത്ത് പലരും പറഞ്ഞിരുന്നു, ഉസ്താദേ നിങ്ങളെ മൽജയിന്റെ കുട്ടികളെ ഞങ്ങളെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു തരൂ. ഞാൻ പറഞ്ഞു, നിങ്ങളെ നാട്ടിലൊരു ദർസുണ്ട്, അത് നിങ്ങൾ ശക്തിപ്പെടുത്തുക. ഞങ്ങളെ കുട്ടികളെ നിങ്ങളെ വീടുകളിലേക്ക് ഭക്ഷണം കഴിക്കാൻ അയച്ചാൽ ഒരു പക്ഷേ അതിന്റെ കാരണം കൊണ്ട് നിങ്ങളെ പള്ളികളിൽ ഇൽമിനെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണത്തിന് പ്രയാസപ്പെട്ടാൽ അതിന് ഉത്തരവാദി ഞാനാകേണ്ടി വരുമെന്ന് പറഞ്ഞ് ആ കുട്ടികളെ ഈ നാട്ടുകാരുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല. അവർക്കതാ ക്യാൻറ്റീൻ സിസ്റ്റത്തിൽ നല്ല വിഭവ സമൃദ്ധങ്ങളായ ചായകളും നാസ്തകളും ഭക്ഷണങ്ങളും നെയ്ച്ചോറുകളും ബിരിയാണികളും നല്ല നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം മൽജ വിളമ്പി കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് 16 കൊല്ലത്തിൽ നടത്തിയ പല സ്ഥാപനങ്ങളോടും നിങ്ങൾ ചോദിച്ചു നോക്കൂ. അവർ കടത്തിന്റെ ലിസ്റ്റുകൾ നമ്മളെ മുന്നിൽ വെക്കാറുണ്ട്. പക്ഷേ മൽജയിൽ ഇന്ന് വരെ ഒരു നയാ പൈസയുടെ കടം ഒരാൾക്കും കൊടുക്കാനില്ല. മൽജ പൈസ തരാനുണ്ട്, തങ്ങൾ എനിക്ക് പൈസ തരാനുണ്ട് മൽജയിന്റെ നടത്തിപ്പിന്റെ പേരിൽ എന്ന് പറഞ്ഞ് ഒരാളും മൽജയിലേക്ക് കടത്തിന്റെ പൈസ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ വന്നത് ചരിത്രത്തിലില്ല. ഇനിയും ഇല്ലാതാകുമാരാകട്ടെ. ഖിയാമത്ത് നാൾ വരെ മൽജ ശക്തമായി അല്ലാഹു നിലനിർത്തി തരുമാരാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് 5 ലക്ഷത്തോളം രൂപ
കുട്ടികളുടെ ഭക്ഷണത്തിനും കുട്ടികളുടെ ചെലവിനും ഉസ്താദുമാരുടെ ശമ്പളത്തിനും ഇവിടെയുള്ള വർക്കുകൾക്ക് വേണ്ടി മാത്രം 5 ലക്ഷം രൂപ എല്ലാ മാസവും ഇവിടെ ചെലവുണ്ട്. അതിന് പുറമെയാണ് റിലീഫ്. മാസം ലക്ഷക്കണക്കിന് രൂപയുടെ റിലീഫുകൾ നടത്താറുണ്ട്. അതിന് പുറമെയാണ് കൊല്ലത്തിലൊരിക്കൽ 40 ലക്ഷത്തോളം 50 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന റമദാൻ കിറ്റ് വിതരണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ, നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത്, കൊല്ലത്തിലൊരിക്കൽ നമ്മളെ ഉമ്മമാർ പരിപാടിക്ക് വരാറുണ്ട്. ആ ഉമ്മമാരോടും എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ നല്ലോണം മൽജയിനെ സഹായിക്കണം. നിങ്ങൾക്ക് വെറുതെയാകില്ല. ഈ ദുനിയാവ് ശാശ്വതമല്ല. മൽജയിന്റെ തുടക്കം മുതൽ കിന്നേ വരെ പലരും സഹായിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പലർക്കും നമ്മൾ ദ്വാരക്കാറുണ്ട്. കഴിഞ്ഞ മാസം നമ്മൾ നിന്നിട്ട് പറഞ്ഞു പോയ ഉള്ളാൾ അബ്ബാസ് ഹാജി, അവിടെ ഖബർ അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. ഇങ്ങനെ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു പ്രതിഫലം കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബിരുദാരികളായ ഒരുപാട് ഉലമാക്കൾ, മൽജയിൽ പഠിച്ചു വലുതായവർ പല രാജ്യങ്ങളിലും പോയി ഇൽമിന്റെ സേവനം നടത്തുമ്പോൾ, അവരൊരു ഫാത്തിഹ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഫാത്തിഹയുടെ ഒരു ബി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഖുർആൻ ഹദീസുകൾ, അല്ലെങ്കിൽ ഫിഖ് നിയമങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാമികമായ പ്രബോധനത്തിന്റെ പ്രവർത്തനങ്ങൾ അവർ ഈ പല നാടുകളിലും പോയി പലർക്കും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, അതിന്റെ കാരണം നിങ്ങൾ സഹായിച്ചതിന്റെ ആ ഒരു വീർപ്പ് തുല്യാണ്. നിങ്ങൾ സഹായിച്ചതിന്റെ ഒരു നാണയത്തൊട്ടിന്റെ ഫലമാണ്. എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഒരു ഉറുപ്പികയോ ഒരു 5 ഉറുപ്പികയോ ഒരു 10 ഉറുപ്പികയോ ഒരു 50 രൂപയോ അല്ലെങ്കിൽ 100 രൂപയോ നിക്ഷേപിച്ചാൽ അതിൽ നിന്ന് മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കും, ഉസ്താദുമാർക്ക് ശമ്പളത്തിന് കൊടുക്കും, ഇവിടെയുള്ള ജീവകാരുണ്യ സാമൂഹ്യ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തും. നിങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളൊക്കെ മരിച്ചു പോകും. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. നമ്മളൊക്കെ മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ നമ്മൾ നിക്ഷേപിച്ച ഈ നാണയത്തൊട്ടിന്റെയും 100 രൂപയുടെയും 50 രൂപയുടെയും 10 രൂപയുടെയും അതിൽ നിന്ന് ഞങ്ങൾ അരി വാങ്ങി, മീന് വാങ്ങി, ഭക്ഷണം വാങ്ങി, മാംസം വാങ്ങി, കോഴി വാങ്ങി, പച്ചക്കറികൾ വാങ്ങി, ഞങ്ങളെ മുത്തഅല്ലിമീങ്ങൾക്ക് ഉസ്താദുമാർക്കും ഭക്ഷണം വിളമ്പി, അവർ പഠിച്ചു വലുതായി, അവർ പല നാടുകളിലും ഇസ്ലാമിന്റെ സേവനം നടത്തുമ്പോൾ, കുട്ടികൾക്ക് ഇൽമ പറിച്ചു കൊടുക്കുമ്പോൾ, ആ 10 രൂപയും 50 രൂപയും 100 രൂപയും ആ ഡബ്ബിയിൽ നിക്ഷേപിച്ച് നിങ്ങളൊരു പക്ഷേ നമ്മളൊരു പക്ഷേ മരിച്ച് ഖബറിന്റെ അടിയിലായിരിക്കാം, 6 അടി മണ്ണിലായിരിക്കാം, ഇരുട്ടറയിലായിരിക്കാം. സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ മുങ്കർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം വരുന്നതിന് മുമ്പ് ആ ഖബറിലേക്ക് ഒരു സുന്ദരനായ ഒരാൾ ഒരു മനുഷ്യ രൂപത്തിൽ വന്ന് പറയും, സഹോദര, നീ ദുനിയാവിൽ ചെയ്ത സദഖകളാണ്, നീ ദുനിയാവിൽ ചെയ്ത സ്വാലിഹായ അമലുകളാണ്, പ്രവർത്തനങ്ങളാണ്, നീ ഉഷാറായിട്ട് കടന്നു, പേടിക്കണ്ട. എന്റെ പിന്നാലെ 2 മലക്കുകൾ വരും, അവർ നിന്നോട് കാര്യങ്ങൾ ചോദിക്കും, അവർക്ക് ഉഷാറായിട്ട് മറുപടി പറഞ്ഞോ, പിന്നെ ഞാൻ നിന്റെ കൂടെ താമസിക്കാൻ ഈ ഖബറിലേക്ക് വരും, നിന്നെ സമാധാനിപ്പിക്കാൻ, നിന്നെ സന്തോഷിപ്പിക്കാൻ, നിനക്ക് സന്തോഷങ്ങൾ പകരാൻ. എന്ന് നമ്മൾ ചെയ്യുന്ന സദഖയുടെയും അമലുകളുടെയും സാന്ത്വന പ്രവർത്തനങ്ങളുടെയും സ്വാലിഹായ സൗന്ദര്യത്തിന്റെ രൂപത്തിൽ ഒരു മനുഷ്യൻ വന്ന് ഖബറാളിയെ മയ്യത്തിനെ ഖബറിൽ കടത്തി ഉടനെ വന്ന് പറയുമെന്ന് സഹോദരങ്ങളെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരു പക്ഷേ നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ നമ്മൾ ഈ പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി ആ ഡബ്ബിയിൽ നിക്ഷേപിച്ച സംഭാവനകളായിരിക്കാം നിങ്ങളെ ഖബറിൽ വന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഞാനും നിങ്ങളും ഇൽമിന് വേണ്ടി പ്രവർത്തിക്കുക. കുൻ ആലിമൻ ഔ മുത്തഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ വലാ തകുൻ ഖാമിസ. ഹബീബായ മുത്തനബി തങ്ങൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ്. ഒരു പക്ഷേ നീ ഇൽമിനെ പഠിക്കുന്നവനാകണം, പഠിപ്പിക്കുന്നവനാകണം, ഇൽമ് കേൾക്കുന്നവനാകണം. ഇൽമിന്റെ മുത്തഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ, സ്ഥാപനങ്ങളെ ഇൽമിനെ നീ മഹബത്ത് വെക്കുന്നവനാകണം. വലാ തകുൻ ഖാമിസ, 5ാമത്തെ ഇനത്തിൽ നീ പെട്ടുപോകരുത് എന്ന് ഹബീബായ മുത്തനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നമ്മളിൽ നിന്ന് പലരും മുഅല്ലിമീങ്ങളാണ്, ഉസ്താദുമാരാണ്, പലരും മുത്തഅല്ലിമീങ്ങളാണ്. അതിൽ രണ്ടിലും പെടാൻ കഴിയാത്ത നമ്മൾ, നിങ്ങളൊക്കെ ആ മുത്തഅല്ലിമീങ്ങളെ സഹായിക്കുന്നവരാകണം. സഹോദരങ്ങളെ, ഇവിടെ ഭർത്താവ് ഉണ്ടാകാം, മക്കൾ ഉണ്ടാകാം, സ്നേഹിതന്മാരുണ്ടാകാം, കൂട്ടാളികൾ ഉണ്ടാകാം, ടൈം പാസിന് ചാനലുകൾ ഉണ്ടാകാം, മൊബൈലുകൾ ഉണ്ടാകാം. മരണത്തിന്റെ ശേഷം ഈ പറയപ്പെട്ട ഒന്നും ഉണ്ടാകില്ല കേട്ടോ. നിങ്ങൾ അമലുകൾ മാത്രമായിരിക്കും, സദഖകൾ മാത്രമായിരിക്കും ഖബറിലുള്ളത്. ജാരിയായ സദഖകളെ കൂട്ടത്തിൽ പെടുമെന്ന് പണ്ഡിതന്മാരിൽ പറഞ്ഞ ഇൽമിന് വേണ്ടി സഹായിക്കുന്ന സഹായങ്ങൾ ആ നേർച്ചടമ്പിയിലൂടെ കൊണ്ടുപോയി നിങ്ങൾ നിക്ഷേപിച്ച് മൽജയിലെത്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാരാകട്ടെ. മൽജയിനെ നല്ലോണം സഹായിക്കാനും ശക്തിപ്പെടുത്താനും, മൽജയിനെ നല്ലോണം അഭിവൃദ്ധിപ്പെടുത്തുന്ന പാതയിൽ നിന്ന് ശക്തിപ്പെടുത്തുന്നവരെ കൂടെ നിൽക്കാൻ അല്ലാഹു നമുക്കൊക്കെ പ്രതിഫലം നൽകുമാരാകട്ടെ.